കുറച്ച് പപ്പടം കിടക്കട്ടെ. നല്ല ചമ്മന്തിയും മുരിഞ്ഞ അയില വറുത്തതും. നമസ്കാരം മച്ചന്മാരെ. നോമ്പ് കാലത്തെ നട്ടുച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. നല്ല വിശപ്പുണ്ട്. ഇത് മലപ്പുറം എടപ്പാളാണ്, നമ്മുടെ ഗോവിന്ദ തിയേറ്ററിൻ്റെ തൊട്ട്. നോമ്പായതുകൊണ്ട് തന്നെ ചോറില്ല, പകരം നല്ല ചൂട് കഞ്ഞിയുണ്ട്. കഞ്ഞിയെങ്കിൽ കഞ്ഞി ഒരു വെറൈറ്റി ആവട്ടെ. ഒരു പ്ലേറ്റ് നിറച്ച് കഞ്ഞിയുണ്ട്. ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് നമ്മൾ ഇടണമല്ലോ, ആവശ്യത്തിന് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല പപ്പടവും ഒരു സ്പെഷ്യൽ ചമ്മന്തിയും ഒരു ഉപ്പേരിയും ഉണ്ട്. ഇത്രയൊക്കെ പോരെ. പിന്നെ അതുള്ളത് കരിമീനൊന്നും വേണ്ട, അയിലയുടെ പീസ് ഒന്നും വാല വേണ്ട. വാല സംഭവം കഞ്ഞിയാണെങ്കിലും അതിലേക്കൊരു മീൻ പൊരിച്ചിരുന്നോട്ടെ. പപ്പടം ദേ, അച്ചാർ ദേ, സോറി അച്ചാറല്ല, അത് ചമ്മന്തിയാണ്. അപ്പം നമുക്കൊരു തലക്കന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ. സമയം 12:30 മണിയാണ്. നോമ്പായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ചോറും കൂടെ വെച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നാണ് കടയിലെ ചേട്ടനോട് വെച്ചപ്പോൾ ചേട്ടൻ വന്നത്. പക്ഷേ അയില വറുത്ത് നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവർ മസാലയും കാര്യങ്ങളൊക്കെ. ഒരു ഈ ബൈക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി കഴിച്ചു നോക്ക്. കഴിച്ച് ഒരുപാട് പേരുണ്ടാവും. ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ഇടണേ. കഞ്ഞി ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ചൂടത്ത് കഞ്ഞി വെള്ളവും കഞ്ഞിയും കൂടെ കുടിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഈ പപ്പടം ഇങ്ങനെ കാച്ചിനതിന് പകരം നല്ല ചുട്ട് തരാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നില്ലേ കഞ്ഞിയിലേക്ക്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാട്ടോ ഇവരെ ചമ്മന്തി, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ ചമ്മന്തി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ. അതിങ്ങനെ കഞ്ഞിയിലിട്ട് മിക്സ് ചെയ്ത് കുടിക്കുമ്പോണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, അടിപൊളി. ചെറുപ്പത്തിലൊക്കെ പനി പിടിക്കുമ്പോൾ കഞ്ഞി കുടിച്ച് ഓർമ്മ വരും. ഇതിങ്ങനെ കുറച്ച് ഉപ്പേരിയും കുറച്ച് ചമ്മന്തിയൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഒരു സ്പൂണ് കഞ്ഞിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴല്ലോ വിശപ്പും മാറും ദാഹവും മാറും. ഈ ചൂടത്ത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഫുഡ് കഴിക്കുന്ന വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വേണമെന്ന് വെച്ചാൽ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നാളെയും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കഞ്ഞി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ.